എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ കുട്ടികളിൽ വർദ്ധിക്കുന്നത് ലഹരിയേക്കാൾ വലിയൊരു ആപത്താണ്. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സമപ്രായക്കാരോടുള്ള ഇടപെടൽ, ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഉപയോഗം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കൈവശം മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ വണ്ടർക്കിൽ പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരിയേക്കാൾ വലിയ അപകടകരമാണെന്നാണ്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടികളോടുള്ള സ്നേഹമല്ല, മറിച്ച് കുട്ടിയുടെ പല വാസനകളെയും കഴിവുകളെയും മുളകളെ നുള്ളുകയാണ് ചെയ്യുന്നതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്ന കുട്ടിയോടുള്ള ഏറ്റവും വലിയ ചതി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ മൊബൈൽ ഫോൺ നൽകാത്തതിനും ഉപയോഗം നിയന്ത്രിക്കുന്നതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള കേരളത്തിലാണ്. കുട്ടികളുടെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്ന നിരവധി കേസുകളാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നതെന്നതാണ് ഡി ഡാഡിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. ഒരു ദിവസത്തിൽ 12 മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 15 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും ഡി-ഡാറ്റ് സെന്ററുകളിൽ എത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകളിൽ കൈ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗത്തിന് അടിമകളായി കഴിയുന്നു. സ്മാർട്ട് ഫോൺ പോലുള്ളവയുടെ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണ്. പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത്. പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും പണം ഉപയോഗിച്ച് കളിക്കാണ്ട് ഗെയിമുകളിലേക്ക് ചെന്നുവിടുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പണം കിട്ടാതെ വരുന്നവരെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് സാധാരണ സംഭവമായി നമ്മുടെ കേരളത്തിൽ മാറിക്കഴിഞ്ഞു. സമൂഹ മാധ്യമ ഹാൻഡിലുകൾ അമിതമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികളായതിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രണയബന്ധം ശാരീരിക ചൂഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ പോലും അറിയുന്നത്. പഠനത്തിൽ താല്പര്യമില്ലാതാവുക, വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിങ്ങിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് മുക്തമാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കും ബോധവൽക്കരണം നൽകിയാണ് ഡി-ഡാറ്റ് സെന്ററുകൾ പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. സെന്ററിൽ ഇടുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് ഇവർ കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നു. പരിഹാര മാർഗം അവർ കണ്ടെത്തുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാതിരിക്കുക ഒരു പ്രതിവിധിയാണ്. കുട്ടികളുടെ മുന്നിൽ മണിക്കൂറുകളോളം
രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക മറ്റൊരു പ്രതിവിധിയാണ് ഇതിനുള്ളത്. സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകുക മറ്റൊരു കാര്യമാണ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമാക്കുക മറ്റൊരു കാര്യമാണ്. ഗെയിം പോലുള്ള വിനോദങ്ങൾ കർശനമായി നിരോധിക്കുക മറ്റൊരു കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് നൽകാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. മൊബൈൽ ഫോണിൽ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും നിശ്ചിത സമയത്തേക്ക് മാത്രം കാണിക്കുക. ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുമ്പോൾ അറിവ് ലഭിക്കുന്ന വിഷയങ്ങൾ മാത്രം കാണിക്കുക. ആനിമേഷൻ വീഡിയോസ് ആണ് ഇതിന് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. അക്രമം, വയലൻസ് തുടങ്ങിയ ഉള്ളടക്കങ്ങൾ 18 വയസ്സായുള്ള കുട്ടികളെ ഒരിക്കലും കാണിക്കാതിരിക്കുക. ഫോണിൽ ഭയപ്പെടുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് അഡിക്ഷൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും വളരെ ഒരു ആപത്തുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം മാതാപിതാക്കൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കുട്ടികൾ മൊബൈലിന് അഡിക്ഷൻ ആവുകയും പഠനത്തിൽ പിന്നിലാവുകയും പലവിധ മാനസിക വൈകല്യങ്ങൾക്ക് അവർ അടിമകളാവുകയും ചെയ്യുന്നു. അവരുടെ ഭാവിയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗം വ്യത്യസ്ത തലത്തിലാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു 18 വയസ്സ് വരെ ഇവരുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മാതാപിതാക്കൾ. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടികൾ വളരെയധികം മിടുക്കരാകുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾ ഈ മൊബൈലിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുകയും അവരുടെ ഭാവി നശിക്കുകയും ചെയ്യുന്നു. അവർ മാനസിക വൈകല്യങ്ങൾ ഉള്ളവരായി ഭാവിയിൽ തീരുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മാതാപിതാക്കൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Always stay good and stay happy.